കേസിൽ ബി.ജെ.പി. നേതാവ് ഷോൺ ജോർജിന് തിരിച്ചടി. CMRL എക്സാലോജിക് ഇടപാടിലെ SFIO റിപ്പോർട്ടിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന ഷോൺ ജോർജിന്റെ ആവശ്യം ഹൈക്കോടതി തള്ളി. അഹമ്മദ് മുജ്തബ വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. മുജ്തബ, ഇപ്പോൾ റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്നായിരുന്നല്ലോ ഷോൺ ജോർജിന്റെ ആവശ്യം. കോടതി എന്തൊക്കെ നിരീക്ഷണങ്ങളിലെത്തി? അമൃത സൂചിപ്പിച്ചതുപോലെ CMRL എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് വളരെ വിശദമായ ഒരു റിപ്പോർട്ട് SFIO എറണാകുളത്ത് സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് മാത്രമല്ല, അതിന്റെ അനുബന്ധ രേഖകൾ ഉൾപ്പെടെ വളരെ വിശദമായ വലിയൊരു ഡോക്യുമെന്റ് ആണ്. അത് പൂർണ്ണമായും ലഭ്യമാക്കണമെന്നായിരുന്നു ഷോൺ ജോർജിന്റെ ആവശ്യം. പ്രത്യേകിച്ച് ഈ കേസിലെ തുടക്കം മുതൽ തന്നെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിൽ പരാതി നൽകിയ ഒരാളെന്നുള്ള നിലയ്ക്ക് കൂടി അതിന്റെ പകർപ്പ് കൂടി ലഭ്യമാക്കണമെന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഷോൺ ജോർജിന്റെ ആവശ്യം. നേരത്തെ വിചാരണ കോടതി അത് ഭാഗികമായി അനുവദിക്കുകയും എന്നാൽ പൂർണ്ണമായി ഇത്രയധികം കോപ്പികൾ പൂർണ്ണമായി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ലഭ്യമാക്കുന്നതിലുള്ള ഒരു സാങ്കേതികത്വം പറഞ്ഞ് പൂർണ്ണ തോതിൽ ലഭ്യമാക്കുകയും ചെയ്തിരുന്നത്. പക്ഷേ ആ ഉത്തരവിൽ ഉണ്ടായിരുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചില രേഖകൾ ഷോൺ ജോർജിന് നൽകാമെന്നുള്ളൊരു വിചാരണ കോടതി ഉത്തരവുണ്ടായിരുന്നു. അത് ചോദ്യം ചെയ്ത് CMRLും ഹൈക്കോടതിയെ സമീപിച്ചു. എന്നാൽ പൂർണ്ണമായ കോപ്പികൾ ലഭ്യമാക്കണം, അതിന്റെ ചെലവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ താൻ വഹിക്കാമെന്ന് ആവശ്യപ്പെട്ട് ഷോൺ ജോർജും ഹൈക്കോടതിയിൽ ഹർജി നൽകി. ഈ രണ്ട് ഹർജികളിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ ഉത്തരവ് വന്നത്. ഷോൺ ജോർജിനെ സംബന്ധിച്ച് ഇരട്ട പ്രഹരമാണ്. അതായത് CMRL ഹർജി അംഗീകരിക്കുകയും ചെയ്തു, ഷോൺ ജോർജിന്റെ ഭാഗികമായി അനുവദിക്കാമെന്നുള്ള വിചാരണ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. പകരം ഈ നേരത്തെ പറഞ്ഞ ഉത്തരവ് കോഷ് ചെയ്തുകൊണ്ട് പുതിയ ഒരു അപ്ലിക്കേഷനായി കുറെ കൂടി സ്ക്രൂട്ടിൻ ചെയ്തുകൊണ്ട് ഷോൺ ജോർജിന്റെ വിഷയത്തിൽ വീണ്ടും വാദം കേൾക്കാൻ വിചാരണ കോടതിക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഈ പൂർണ്ണതോതിൽ ലഭ്യമാക്കണമെന്നുള്ള ഷോൺ ജോർജിന്റെ ഹർജി തള്ളുക എന്ന് മാത്രമല്ല, തങ്ങളുടെ ഭാഗം കൂടി കേട്ടില്ല. മാത്രമല്ല, ഇത് ഇത്രയും സുപ്രധാനമായ ഇടപാടുകൾ സംബന്ധിച്ച രേഖകൾ ഉൾപ്പെടെയുള്ള ഈ കേസിന്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കരുതെന്നുള്ള CMRLന്റെ ഹർജി കോടതി അംഗീകരിച്ചു. അത് തന്നെയാണ് അറിയേണ്ടത് മുസ്തഫ. ഇത്തരത്തിൽ പൂർണ്ണമായുമുള്ള റിപ്പോർട്ടിന്റെ പകർപ്പ് വേണമെന്നാണല്ലോ ഷോൺ ജോർജിന്റെ ആവശ്യം. അത് നൽകുക എന്നുള്ളത് എത്രത്തോളം സാധ്യമായ കാര്യമാണ്? ഒരിക്കൽ കൂടി ഈ റിപ്പോർട്ടിന്റെ പൂർണ്ണമായ പതിപ്പ് തനിക്ക് വേണമെന്നുള്ള ഒരു ആവശ്യമാണല്ലോ ഷോൺ ജോർജ് മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ അത് നൽകുക എന്നുള്ളത് എത്രത്തോളം സാധ്യമായ കാര്യമാണ് മുസ്തഫ? അതിനകത്ത് സാങ്കേതികമായി കുറെ അധികം പ്രശ്നമുണ്ട്. അത് തന്നെയായിരുന്നു അന്ന് ഈ പൂർണ്ണതോതിൽ ഈ റിപ്പോർട്ട് ലഭ്യമാക്കണമെന്നുള്ള ഒരു വിഷയത്തിൽ കോടതി തന്നെ പരാമർശിച്ച ഒരു കാര്യം. അതുകൊണ്ടാണ് ഭാഗികമായി ലഭ്യമാക്കാൻ കോടതി തീരുമാനിക്കുകയും ചെയ്തത്. അതായത് ഇത്രയധികം കോപ്പികൾ, അതിൽ 770 വരുന്ന ഇതുമായി ബന്ധപ്പെട്ട ഈ റിപ്പോർട്ടിന്റെ പകർപ്പ് തന്നെയുണ്ട്. ഒപ്പം തന്നെ അതിൽ ഡയറിയും വിശദമായ മൊഴിപ്പകർപ്പുകളും അതിലെ ഇന്ററിം സെറ്റിൽ ബോർഡിന്റെ അങ്ങനെ ഉൾപ്പെടെ ഇതിന്റെ അനുബന്ധ രേഖകൾ 3000-ലധികം പേപ്പറുകളുള്ള രേഖകളാണ്. ഒരു 4000-അടുത്ത് വരുന്ന രേഖകൾ ഇങ്ങനെ ബൾക്കായി ഇതിന്റെ പൂർണ്ണ തോതിലുള്ള പകർപ്പ് ലഭ്യമാക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അമൃത സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് സാങ്കേതികമായ കുറെ അധികം പ്രശ്നങ്ങളുണ്ട്. മാത്രമല്ല, ഇപ്പോൾ കോടതി തന്നെ ആ വിഷയത്തിൽ നിരീക്ഷിച്ചത് അങ്ങനെ ഭാഗികമായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്ന പേപ്പറുകൾ പോലും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഉത്തരവ് പോലും അത് പൂർണ്ണതോതിൽ റദ്ദു ചെയ്യുകയാണ്. ആ കോഷ് ചെയ്തുകൊണ്ട് പുതിയ രൂപത്തിൽ തന്നെ ഹർജി കുറെ കൂടി സ്ക്രൂട്ടിൻ ചെയ്ത് കേൾക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഷോൺ ജോർജ് നേരത്തെ തന്നെ ലഭ്യമാക്കാനുള്ള ഈ രേഖകളിലേക്കുള്ള ആക്സസ് അല്ലെങ്കിൽ SFIOയുടെ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അതിനനുസരിച്ച് ആക്സസ് ചെയ്യാനുള്ള ഒരു വിചാരണ കോടതിയുടെ ഇടക്കാല ഉത്തരവ് പോലും ഇപ്പോൾ നിഷേധിക്കുന്നു. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഷോൺ ജോർജിനെ സംബന്ധിച്ച് CMRLന്റെ ഹർജി അംഗീകരിച്ചു, അത് ലഭ്യമാക്കരുതെന്ന് അംഗീകരിച്ചു എന്നത് മാത്രമല്ല തിരിച്ചടി, തനിക്ക് ആക്സസ് ഉണ്ടായിരുന്ന ഒരു സാധനം പോലും അല്ലെങ്കിൽ ആ ഒരു സൗകര്യം പോലും ഇപ്പോൾ ഹൈക്കോടതിയിലുള്ള ഈ നിയമ പോരാട്ടം വഴി നഷ്ടമായിരിക്കുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോ വേണമെങ്കിൽ നേരത്തെ കോടതിയുടെ നിരീക്ഷണം പോലെ പുതിയതായി ഇപ്പോഴുള്ള അപേക്ഷ ഒന്നുകൂടി കേട്ട് ഒരു ഫ്രഷ് അപേക്ഷയായി കേട്ട് അതിനകത്ത് വിശദമായ വാദം നടന്നതിന് ശേഷം കുറെ കൂടി പരിശോധനകൾക്ക് വിധേയമായിട്ടായിരിക്കും ജില്ലാ കോടതിയുടെ അല്ലെങ്കിൽ സെഷൻസ് കോടതിയുടെ പുതിയ ഉത്തരവ് വരിക. ശരി, അഹമ്മദ് മുജ്തബയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.